നമസ്തേ. കുട്ടികളെ നിശ്ചയമായും പഠിപ്പിക്കേണ്ട ഒന്നാണ് ഗീത. സമൂഹത്തിൻ്റെ ദുഷ്കൃതികളുടെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരലാണ് പ്രഹ്ലാദ ചരിത്രത്തിൻ്റെ ഉദ്ദേശം. ഒരു പ്രായത്തിൽ കുട്ടികൾ എന്തു പറഞ്ഞാലും കേൾക്കാൻ കൂട്ടാക്കുകയില്ല. എടുത്തുചാട്ടം കൂടുതലാണ്. അതുപോലെ അച്ഛനമ്മമാരെക്കാൾ വിശ്വാസം കൂട്ടുകാരെയുമാണ്. ഭഗവാൻ പറയുന്നത് തന്നെ ആശ്ചര്യത്തോടെ നോക്കണം. നമ്മളിലൊക്കെ ദൈവീകമായ ഒരുപാട് സാധ്യതകളുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. ഇത് കുട്ടികളിൽ ബോധ്യപ്പെടുത്തണം. കഴിവില്ലാത്തവരായി ആരുമില്ല. ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണ്. അവരവരുടെ ഉള്ളിലുള്ള കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനെ കണ്ടെത്തിയാൽ ഒരിക്കലും ഒരാളുടെയും ജീവിതം തകരില്ല. ജീവിതത്തിലെ കഴിവ് കണ്ടെത്താൻ കുറച്ച് പ്രയാസമാണ്. 3 തരം ഗുണങ്ങളുണ്ട്: തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. കുട്ടികളിൽ കാലത്ത് പൊതുവെ തമോ ഗുണമാണുള്ളത്. അതുകൊണ്ടാണ് രാവിലെ എണീക്കാൻ മടിയും അലസതയും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ തമോ ഗുണത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നല്ല രക്ഷിതാക്കളാണെങ്കിൽ കുട്ടികളും നന്നാകും. ഏത് കഴിവില്ല എന്ന് തോന്നുന്ന വ്യക്തിയെയും കഴിവുള്ളവരാക്കി മാറ്റാൻ കഴിയും. അവരുടെ ദുഃഖങ്ങളും അതോടെ മാറ്റാൻ കഴിയും. അപ്പോൾ കുട്ടികളെ രാവിലെ അമ്പലത്തിൽ കൊണ്ടുപോകുകയും പ്രദക്ഷിണം വയ്ക്കാനും ശീലിപ്പിക്കുക. അപ്പോൾ അവരിലേക്ക് ഒരു എനർജി വരികയും അവരിലെ തമോ ഗുണം ക്രമേണ രജോ ഗുണമായി മാറും. പിന്നെ അവരെ കൊണ്ട് നാമം ജപിപ്പിക്കുമ്പോൾ രജോ ഗുണം സത്വഗുണമായി മാറും. നിങ്ങൾക്ക് അവരിലെ മാറ്റങ്ങൾ കാണാൻ കഴിയും. അവരിലെ ഏകാഗ്രത, അവരിലെ കഴിവുകൾ എല്ലാം ഉണരാൻ തുടങ്ങും. അതുകൊണ്ട് കാലത്തുണർന്ന് വൃത്തിയായി ക്ഷേത്രങ്ങളിൽ പോയി 3 പ്രദക്ഷിണവും 108 തവണ നാമജപവും നടത്തുക. അങ്ങനെ നിങ്ങൾ പരിശീലിപ്പിച്ചെടുത്താൽ ഏതു കഴിവില്ലാത്ത കുട്ടിക്കും ചില കഴിവുകൾ അവരിൽ തന്നെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. ഇന്ന് ലോകത്തിന് വേണ്ടത് തന്നെ കഴിവുള്ളവരെയാണ്, അല്ലാതെ പഠിച്ചവരെയല്ല. കഴിവുള്ളവരെ തോൽപ്പിക്കാൻ വിധിക്ക് പോലും കഴിയില്ല.